ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ വൃദാസുതം സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താവത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിദിദീക്ഷതാം തമോന്തം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനും ഉപയാമി ഗുരും മുനീനാം. യം പ്രവചന്തമനുവേദമവേദകൃത്യം ദൈവായനോ വിരഹകാതരാജുഹാവ. പുത്രേതി തന്മയതയാതരവോഭിനേദോ സ്തം സർവബോധഹൃദയം മുനിമാനതോസ്മി. ജന്മാദ്യസ്യ യദോന്നയാദിതരതശ്ചാത്തേഷ വിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയാ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ. നാമ്നാസേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മപ്രോജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാ. വേദ്യം വാസ്തവമത്ര വസ്തു ശിവതം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരേരീശ്വര. സദ്യോ ഹൃദ്യവരുദ്യതേത്ര ഹൃദിവേ ശുശ്രൂഷുഭിസ്തക്ഷണാത്. മനോരഥോ മദീയോയം സബലഃ സർവദാ ത്വയാ. നിർവിഘ്നേനൈവ കർത്തവ്യോ ദാസോഹം തവ കേശവ. സുഖരൂപപ്രബോധജ്ഞ സർവശാസ്ത്രവിശാരദ. യതത്കഥാ പ്രകാശേന അതജ്ഞാനം വിനാശയ. യം ബ്രഹ്മാ വരുണേന്ദ്ര രുദ്രമരുതസ്തുന്വന്തി ദിവ്യൈസ്തവൈർ. വേദൈ സാംഗപദക്രമോപനിഷദീർഗായന്തി യം സാമഗാ. ധ്യാനാവസ്ഥിതതൽഗതേന മനസാ പശ്യന്തി യം യോഗിനോ. യസ്യാന്തം ന വിദുഃ സുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ. കർമ്മഗ്രാഹഗൃഹീതാംഗം മാമുദ്ധര ഭവാർണവാത്. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി. സ്വീകൃതോസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. ഇത്രയും ശ്ലോകങ്ങൾ എല്ലാ ദിവസവും ഭാഗവതം വായിക്കുന്നതിന് മുമ്പ് നമ്മൾ തുടക്കത്തിൽ വായിക്കാനുള്ളതാണ്. നാളെ മുതൽ ഇത്രയും ശ്ലോകങ്ങൾ നമ്മൾ വീഡിയോയിൽ ചൊല്ലില്ല. കാരണം നമുക്ക് പിന്നെ അപ്പോൾ ശ്ലോകങ്ങൾ ചൊല്ലേണ്ട സമയം കുറയും. അതുകൊണ്ട് ഇത് പറയാൻ വേണ്ടി മാത്രം ഇന്ന് ഞാൻ ഇത്രയും ശ്ലോകങ്ങൾ ചൊല്ലിയതാണ്. ഇനി നമുക്ക് പാരായണത്തിലേക്ക് കിടക്കാം. ഇപ്പം നമ്മൾ ശ്രീമദ് ഭാഗവത മഹാത്മ്യം 11ാമത്തെ ശ്ലോകം വരെയാണ് ഇന്നലെ നോക്കിയത്. ബാക്കി ഭാഗങ്ങൾ നോക്കാം. കാലവ്യാളമുഖഗ്രാസത്രാസനിർനാശഹേതവേ ശ്രീമദ് ഭാഗവതം ശാസ്ത്രം കലോകീരേണ ഭാഷിതം. കലിയുഗത്തിലെ ജനങ്ങൾക്ക് കാലസ്വരൂപമാകുന്ന സർപ്പത്തിൻ്റെ മുഖാന്തർഭാഗത്ത് പ്രവേശിക്കേണ്ടി വരുന്നതായ ദുഃഖത്തെ നശിപ്പിച്ച് അമൃതത്വം പ്രദാനം ചെയ്യുന്നതിനായി ശ്രീ ശുകനാൽ പറയപ്പെട്ടതാണ് സർവവേദാന്ത സാരമായ ശ്രീമദ് ഭാഗവത ശാസ്ത്രം എന്നാണ് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ വീഡിയോയിൽ അവസാനിപ്പിച്ചത്. ഇനി 12ാമത്തെ ശ്ലോകം മുതൽ നോക്കാം. ഏതസ്മാത് പരം കിഞ്ചിൻ മനഃശുദ്ധേന വിദ്യതേ ജന്മാന്തരേ ഭവേത് പുണ്യം തഥാ ഭാഗവതം ലഭേത്. ഹേ ശൗനക, മനഃശുദ്ധി ഉണ്ടാക്കാൻ ഇതിനേക്കാൾ അന്യമായ യാതൊന്നും തന്നെ ലോകത്തിലില്ല. ജന്മാന്തര പുണ്യം പരിഭാഗമാകുമ്പോഴാണ് ഭാഗവതം ലഭിക്കുന്നത്. പരീക്ഷിതേ കഥാം ഭക്തും സഭായാം സംസ്ഥിതേ ശുകേ സുധാകുംഭം ഗൃഹീത്വൈവ ദേവാസ്തത്ര സമാഗമൻ. ഗംഗാതീരത്ത് പ്രായോപവേശം ചെയ്തിരിക്കുന്ന പരീക്ഷത്തിനു വേണ്ടി കഥ പറയാനായി ശ്രീ ശുഗബ്രഹ്മർഷി സഭയിൽ സന്നിഹിതനായപ്പോൾ ദേവന്മാർ അമൃതകുംഭവും വഹിച്ചുകൊണ്ട് ആ സഭയിൽ പ്രവേശിച്ചു. സുഖം നത്വാവതൻ സർവേ സ്വകാര്യകുശലാസുരാഹ കഥാസുതാം പ്രയച്ഛസ്വ ഗൃഹീത്വൈവ സുധാമിമാം. സ്വന്തം കാര്യം നേടാൻ സമർത്ഥരായ ദേവന്മാർ എല്ലാവരും ചേർന്ന് ശ്രീ ശുഗനെ നമസ്കരിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു: ഈ അമൃതകുംഭത്തെ സ്വീകരിച്ചിട്ട് അങ്ങ് പറയാൻ പോകുന്ന
ഭാഗവത കഥാമൃതത്തെ ഞങ്ങൾക്ക് നൽകുക. മരണത്തിൽ നിന്ന് രക്ഷ നേടാനുള്ള വഴിയാണല്ലോ പരീക്ഷിത്ത് മഹാരാജാവ് അന്വേഷിക്കുന്നത്. ഈ അമൃത് കഴിച്ചാൽ പരീക്ഷത്തിന് അമരത്വം ലഭിക്കും. അതായത് ഭാഗവത കഥാമൃതം സേവിച്ചാൽ അതിനേക്കാൾ ശ്രേഷ്ഠമായി മുക്തി ലഭിക്കും എന്ന് സാരം. ഏവം വിനിമയേ ജാതേ സുധാരാജ്ഞ പ്രവീയതാം പ്രഭാസ്യാമോ വയം സർവേ ശ്രീമദ് ഭാഗവതാമൃതം. ഇപ്രകാരം ഒരു വിനിമയം, അതായത് കച്ചവടം നടത്തിയാൽ രാജാവ് കലശത്തിലുള്ള ഈ അമൃതപാനം ചെയ്തു കൊള്ളട്ടെ. അപ്പോൾ വിഷഭീതിയിൽ നിന്ന് മുക്തനായി മരിക്കാതെ ഇരിക്കും. ഞങ്ങളെല്ലാവരും അങ്ങ് നൽകാൻ പോകുന്ന ഭാഗവത കഥാമൃതത്തെ പാനം ചെയ്തു കൊള്ളാം. ക്വസുതാക്വ കഥാലോകേ ക്വകാജക്വമണിർമഹാൻ ബ്രഹ്മരാധോ വിചാരേവം തഥാ ദേവാൻ ജഹാസഹ. അമൃത എവിടെ? ഭാഗവത കഥ എവിടെ? ലോകത്തിലെ വെറുമൊരു കുപ്പിച്ചിൽ എവിടെ? മഹത്തായ രത്നം എവിടെ? ഇപ്രകാരം വിചാരം ചെയ്തിട്ട് ശുഗബ്രഹ്മർഷി ദേവന്മാരെ പരിഹസിച്ചു. ഇതിൻ്റെ സാരമായിട്ട് വരുന്നത്, ദേവന്മാരുടെ അമൃതനും ഹരികഥാമൃതത്തിനും തമ്മിൽ എത്രയോ അന്തരമുണ്ട്. അമൃത് സേവിച്ചാൽ സ്വർഗത്തിലെത്തി സുഖം അനുഭവിക്കാം, പക്ഷെ പുണ്യം തീരുമ്പോൾ വീണ്ടും ജനന മരണ ദുഃഖം അനുഭവിക്കണം. ഭഗവത് കഥാശ്രവണം കൊണ്ട് അജ്ഞാനമകന്ന് മോക്ഷം പ്രാപിക്കാം, പിന്നെ സംസാര ദുഃഖം അനുഭവിക്കേണ്ട. അതിനാൽ ദേവന്മാരുടെ അമൃതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഭാഗവത കഥാശ്രവണം എന്ന് സാരം. അഭക്താംസ്ഥാംശ വിജ്ഞായ നദദൗ സകഥാമൃതം ശ്രീമദ് ഭാഗവതീ വാർത്ത സുരാണാം അഭിദുർലഭ. ശുഗദേവൻ ഭാഗവതത്തെ അവർക്ക് കൊടുത്തില്ല, കാരണം അവർക്ക് ഭക്തിയില്ല. സുരാപാനികളും സ്ത്രീ സുഖത്തിൽ മുഴുകുന്നവരുമാണ്. അതിനാൽ ദേവന്മാർ ശ്രീമദ് ഭാഗവത കേൾക്കാൻ യോഗ്യരല്ല. ദേവന്മാർക്ക് പോലും ദുർലഭമായ ശ്രീമദ് ഭാഗവത കഥ അമൃതമാണ് മനുഷ്യർക്കായിട്ട് ശുഗബ്രഹ്മർഷി നൽകിയത്. പുണ്യം ചെയ്ത മനുഷ്യർക്കേ അത് ലഭിക്കുകയുള്ളൂ. രാജ്ഞോ മോക്ഷം തഥാ വീക്ഷ്യ പുരാദാദാഭി വിസ്മിത സത്യലോകേ തുലാം ബദ്ധ്വാ തോലയ സാധനാന്യജ. പണ്ട് ഭാഗവതം കേട്ട് പരീക്ഷിത് മഹാരാജാവ് മോക്ഷം പ്രാപിച്ചത് കണ്ടിട്ട് ബ്രഹ്മാവ് പോലും ആശ്ചര്യപ്പെട്ടു. ഭാഗവതത്തിൻ്റെ മഹത്വം പരിശോധിക്കാനായി സത്യലോകത്തിൽ ഒരു തുലാസ് ബന്ധിച്ച് ഭാഗവതത്തെയും എല്ലാവിധ സാധനങ്ങളെയും, അതായത് വേദങ്ങൾ, ഉപനിഷത്തുക്കൾ, മറ്റ് ശാസ്ത്രഗ്രന്ഥങ്ങൾ ഒക്കെ അതിൽ വെച്ചിട്ട് തുലനം ചെയ്തു. ലഘൂന്യന്യാനി ജാതാനി ഗൗരവേണ ഇദം മഹത് തഥാ ഋഷിഗണാ സർവേ വിസ്മയം പരമം യയോ. ഭാഗവതം ഒഴിച്ചുള്ളതെല്ലാം ഭാരം കുറഞ്ഞു കാണപ്പെട്ടു. ഭാരം കൊണ്ട് ഭാഗവതം മഹത്തായിട്ടും കാണപ്പെട്ടു. അപ്പോൾ സത്യലോകത്തുള്ള മഹർഷിമാരെല്ലാം ആശ്ചര്യപ്പെട്ടു. മേനിരേ ഭഗവദ്രൂപം ശാസ്ത്രം ഭാഗവതം ഖലോ പഠനാശ്രവണാ സദ്യോ വൈകുണ്ഠ ഫലദായകം. ഭാഗവത ശാസ്ത്രം കലിയുഗത്തിൽ കാണപ്പെടുന്ന ഭഗവാന്റെ സ്വരൂപം തന്നെയെന്ന് മനനം ചെയ്ത് നിശ്ചയിച്ചു. അത് പാനം കൊണ്ടും ശ്രവണം കൊണ്ടും പെട്ടെന്ന് വൈകുണ്ഠ ഫലത്തെ ദാനം ചെയ്യുന്നതാണ്. സപ്താഹേന ശ്രുതം ജയത സർവദാ മുക്തിദായകം സനകാദ്യേ പുരാ പ്രോക്തം നാരദായ ദയാപരേഹി. സപ്താശ്രവണം കൊണ്ട് തന്നെ എല്ലാവിധത്തിലും ഏതവസ്ഥയിലിരിക്കുന്ന ജീവനും മുക്തി ലഭിക്കുമെന്ന് ദയാലുക്കളായ സനകാദി മുനിമാർ പണ്ട് നാരദ മുനിയോട് ഉപദേശിച്ചിരിക്കുന്നു. യദ്യപി ബ്രഹ്മസംബന്ധാശ്രുതമേധസുരക്ഷിണ സപ്താഹശ്രവണവിധി കുമാരേ തസ്യ ഭാഷിത. ദേവർഷിയായ നാരദമുനി പിതാവായ ബ്രഹ്മാവിൽ നിന്ന് ആദ്യമായി ശ്രീ ഭാഗവതം ശ്രവിച്ചുവെങ്കിലും സപ്താഹം ശ്രവിക്കുന്ന സമ്പ്രദായവും വിധികളും അതിൻ്റെ ഫലവും സനകാദി മുനിമാരിൽ നിന്നാണ് കേട്ടത്. ശൗനകോവാച ലോകവിഗ്രഹമുക്തസ്യ നാരദസ്യ സ്ഥിരസ്യ ച വിധിശ്രവേ കുതപ്രീതി സംയോഗ കുത്രദൈസഹ. ശൗനകൻ ചോദിച്ചു, ലോകവ്യാപാരങ്ങളുമായിട്ട് ബന്ധമില്ലാതിരുന്ന് ജനങ്ങൾക്കിടയിലെ ദോഷങ്ങളെ തീർക്കുന്ന ദേവർഷി നാരദൻ ഒരിടത്തും സ്ഥിരമായിട്ട് ഇരിക്കാത്ത ആളല്ലേ? വിധിപ്രകാരം 7 ദിവസം ഒരിടത്തിരുന്ന് ഭാഗവതം ശ്രവിക്കാൻ നാരദന് പ്രീതി ഉണ്ടായത് എങ്ങനെ? ആരൊക്കെയാണ് കൂടെ ഉണ്ടായിരുന്നത്? ഏത് സ്ഥലത്ത് വെച്ചാണ് അത് ശ്രവിച്ചത്? സൂതവാച അത്ര തേ കീർത്തയിഷ്യാമി ഭക്തിയുക്തം കഥാനകം ശുഗേന മമയ പ്രോക്തം രഹശിഷ്യം വിചാര്യജ. സൂതൻ പറഞ്ഞു, നാരദ സനകാദി സംവാദമായ ഈ ഭാഗവത കഥ ഞാൻ ശിഷ്യനാണ് എന്ന കാരുണ്യത്താൽ ഏകാന്ത ശ്രവണത്തിൽ ഇച്ഛയുള്ളവനാണ് എന്ന് കണ്ട് ശുഗബ്രഹ്മർഷി എനിക്ക് ഉപദേശിച്ചു തന്നതാണ്. ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതിന് കാരണമായ ഈ കഥ ഞാൻ നിന്നോട് പറയാൻ പോകുന്നു. ഏകദാ ഹി വിശാലായാം ചത്വാരാ ഋഷയോ മലാഹ തത്സംഗാർത്ഥം സമായാത ദതുശുസ്തത്ര നാരദം. ഒരിക്കൽ വിശാല എന്ന പട്ടണത്തിന് സമീപം, അതായത് ബദരികാശ്രമം,
നിർമ്മലന്മാരായ സനകാദി മുനികൾ 4 പേരും സത്സംഗം നടത്തുന്നതിനായിട്ട് ആഗമിച്ചു. അവിടെ അവർ ശ്രീ നാരദ മുനിയെ കണ്ടു. ഈ സമയത്ത് ഇനി സനകാദി കുമാരന്മാർ ചോദിക്കുന്നതാണ് അടുത്ത ശ്ലോകത്തിൽ വരുന്നത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം സത്തത് ഓം തത്സത്.